വായിക്കാം ഇന്നത്തെ കുറിവാക്യം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 13-ാമത്തെ വാക്യം. 1 Corinthians chapter 13 word 13. 1 കൊരിന്ത്യർ 13-ന്റെ 13-ാമത്തെ വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായി വായിക്കാം. ഉറക്കെ വായിക്കാം. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ക്രിസ്ത്യാനിറ്റി നിലകൊള്ളുന്ന, സ്റ്റാൻഡ് ചെയ്യുന്ന 3 ഗ്രേറ്റ് പില്ലേഴ്സ് ആണ്. ക്രിസ്ത്യാനിറ്റി സ്റ്റാൻഡ്സ് ഓൺ ദീസ് 3 ഗ്രേറ്റ് പില്ലേഴ്സ്. ക്രിസ്ത്യാനിത്വം നിൽക്കുന്ന, ഇപ്പോൾ ഈ ചർച്ച് ഹോള് ഈ പില്ലറുകൾക്കകത്ത് നിൽക്കുന്നത് പോലെ ഇവിടെയും എനിക്ക് 3 പില്ലറുകൾ കാണാൻ കഴിയുന്നു. ഈ പില്ലറുകളിൽ നിൽക്കുന്നത് പോലെ ക്രിസ്ത്യാനിത്വം, ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുന്ന 3 പില്ലറുകളാണ്. വിശ്വാസം, 2 പ്രത്യാശ, 3 സ്നേഹം. ഇതിൽ ഏറ്റവും വലിയത് സ്നേഹമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് വ്യക്തമാക്കുന്നു. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത് 3ഉം ശുശ്രൂഷിക്കാൻ, സംസാരിക്കാനുള്ള സമയം ഉണ്ടാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ പലരോടുമുള്ള ദൈവികമായ ആലോചനകൾ പങ്കുവയ്ക്കാൻ എൻ്റെ ഹൃദയത്തിൽ പ്രേരണയുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും, നിങ്ങളുടെ ആഗ്രഹം പോലെ ഇരിക്കും. എസ്പെഷ്യലി ദ ലോർഡ് വിൽ വിസിറ്റ് ദാറ്റ് ഫാമിലി. ആ മോനും മോൾക്കും ഒരു വിസിറ്റേഷൻ ഇന്നുണ്ടാകും. കർത്താവിൻ്റെ എന്നെ നോക്കുന്നുണ്ട്, നിങ്ങളോട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾക്കൊരു വിസിറ്റേഷൻ ഉണ്ടാകും. നിൻ്റെ ഉദരത്തെ ദൈവം സ്പർശിക്കും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്യാൻ ഇന്ന് പകല. അങ്ങനെ മെനി പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ ദ ഡെലിവറൻസ്. പലരുടെയും ജീവിതത്തിൽ ഇന്ന് വിടുതലുണ്ടാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പോലെ ഒന്നാമത്തെ വിഷയത്തിലേക്ക് വരുന്നു. ഒന്നാമത്തെ വിഷയം വിശ്വാസമാണ്. പറഞ്ഞേ വിശ്വാസം. വിശ്വാസം. ശബ്ദമുയർത്തി പറഞ്ഞേ വിശ്വാസം. വിശ്വാസം. വിശ്വാസം എന്ന് പറയുന്നത് ഒരാശ്രയമാണ്. ഫെയ്ത്ത് ഈസ് എ ട്രസ്റ്റ്. വിശ്വാസം ഒരാശ്രയമാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത്. ദൈവത്തെ ഏത് കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കുന്നവർ എന്ന കരങ്ങളെ ഉയർത്തിപ്പിടിച്ച്, ഏത് കാര്യത്തിലും ദൈവത്തെ ആശ്രയിക്കുന്നവർ, നിങ്ങൾ ഏത് കാര്യത്തിലും ദൈവത്തിലാണ് ആശ്രയം വെക്കുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അനുഗ്രഹീതൻ എന്ന് വചനം പറയുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് പറ്റിയാൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണ്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നത്. വിശ്വാസം ഒരാശ്രയമാണ്. എബ്രായർ 11:1 വേദപുസ്തകം പറയുന്നു, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യത്തിൻ്റെ നിശ്ചയമാണ്. വിശ്വാസം ഉള്ളവർക്കെല്ലാം ഉള്ള ഒരു പ്രത്യേകതയാണ്, അവർക്ക് ആ വിഷയത്തിൽ ഒരു ഉറപ്പുണ്ടാകും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയം നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ മത്തായി 21:22 ബൈബിൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകും. നിങ്ങൾക്കത് ഉണ്ടാകും. അത് ലഭിച്ചു എന്ന് വിശ്വസിക്കാത്ത ഒരാൾക്കുണ്ടാകുമെന്ന് ബൈബിൾ പറയുന്നില്ല. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തില്ല യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ. എന്റെ കൂടെ ഒന്ന് നിൽക്കുമെങ്കിൽ ഞാൻ ചില വാക്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുന്നു. അതിനുള്ളൊരു പ്രസൻസ് ഇവിടെ ഉള്ളൂ എന്ന് ചിന്തിച്ചാൽ മതി. എബ്രായർ 10:4 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 4:10 verses 4 onwards. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ഇനി 9-ാമത്തെ വാക്യം നോക്കി വേഗത്തിൽ. 9-ാമത്തെ വാക്യം. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തതിനെ നീക്കിക്കളയുന്നു.
ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം മുഴുവൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി അതിന്റെ ഏറ്റവും അവസാനം 39-ാമത്തെ വാക്യം വായിച്ചൊന്ന് നിർത്തിയേ. 39-ാം വാക്യം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. ഞാൻ നാശത്തിലേക്ക് പിന്മാറുന്ന ആളുകളുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. ഇത് പറഞ്ഞിട്ടാണ് 11-ാം വാക്യത്തിന്റെ, ഇപ്പോൾ നിങ്ങൾ വായിച്ചത് എബ്രായർ 10-ാം അധ്യായമാണ്. ഇത് പറഞ്ഞിട്ടാണ് 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ തിരുവെടുത്ത് പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ. വിശ്വാസമുള്ളവന് ആഗ്രഹമുണ്ട്, വിശ്വാസമുള്ളവന് ആശയുണ്ട്, വിശ്വാസമുള്ളവന് ഒരു പ്രതീക്ഷയുണ്ട്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ എന്തോ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ്. ഈ ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവർ, കട്ടപ്പന ചർച്ചിനകത്ത് ആരാധിക്കുന്നവർ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വിശ്വാസം ഒരു പ്രതീക്ഷയാണ്, വിശ്വാസം ഒരു ആശ്രയമാണ്. ഈ കൂടുതലായി പറഞ്ഞാൽ ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ് എന്നാണ് ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിയിരിക്കുന്നത്. ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. സബ്സ്റ്റൻസ് എന്ന വാക്ക് അതിന്റെ അർത്ഥം വസ്തു എന്നാണ്. വിശ്വാസം ഒരു വസ്തുവാണെന്നാണ്. ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. ഹല്ലേലൂയ. ഈ ബുക്ക് ഒരു വസ്തുവാണ്, ഈ ബൈബിൾ ഒരു വസ്തുവാണ്, ഈ ഹാൻഡ് കർച്ചീഫ് ഒരു വസ്തുവാണ്. ഒരു വസ്തുവിന്റെ പ്രത്യേകത അത് തൊടാൻ കഴിയും. ഒരു വസ്തുവിന്റെ പ്രത്യേകത അത് കാണാൻ കഴിയും. ഇവിടെ ഇരിക്കുന്ന ക്യാമറ ഒരു വസ്തുവാണെങ്കിൽ, അതൊരു പ്രോപ്പർട്ടി, അതൊരു വസ്തുവാണെങ്കിൽ അതിൽ തൊടാൻ കഴിയും, അത് കാണാൻ കഴിയും. വിശ്വാസം, ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. വിശ്വാസമുള്ളവന് ചിലത് കാണാൻ കഴിയും. വിശ്വാസമുള്ളവന് ഇന്ന് പകൽ ചിലത് ആത്മാവിൽ തൊട്ടറിയാൻ കഴിയും. ആത്മാവിൽ ചിലത് കാണുന്നവർ, ആത്മാവിൽ ചിലത് അനുഭവിക്കുന്നവർ, കരങ്ങൾ അടിച്ച് അധരങ്ങൾ തുറന്ന് ഞാൻ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് ദൈവവചനം നമുക്ക് തരുന്ന ഒരു ഉപദേശമുണ്ട്. എബ്രായർ 3:12 വർഷിപ്പ് ടീം കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന സഹോദരങ്ങൾ കേൾക്കുന്നുണ്ടോ? മുഴുവൻ ആളുകളും കേൾക്കണം. ഓൺലൈനിലുള്ള പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. ബൈബിൾ നമുക്ക് തരുന്നൊരു ഉപദേശമുണ്ട്. എബ്രായർ 3:12 വേദപുസ്തകം പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നോക്കണം. അവിശ്വാസം എന്നത് നല്ല ഹൃദയമല്ല. അവിശ്വാസം എന്ന് പറയുന്നത് ഒരു ദുഷ്ടഹൃദയമാണ്. ഈ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മാത്രം വിശ്വസിക്കുന്നവരാണ്. എന്നാൽ കർത്താവ് പഠിപ്പിച്ചത് ബൈബിൾ അതിനെതിരാണ്. ബൈബിൾ പറയുന്നത് കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാരെന്നാണ്. ഹല്ലേലൂയ. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ നമുക്കത് ഉറപ്പിക്കാൻ കഴിയണം, നമുക്കത് വിശ്വസിക്കാൻ കഴിയണം. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലിലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് രക്തസ്രവക്കാരി സ്ത്രീ വിശ്വസിച്ചു. അങ്ങനെ സംഭവിച്ചു. യെരിഹോ മതിലിന് ചുറ്റും ജോഷുവായുടെ നേതൃത്വത്തിൽ കാഹളം അവർ ഊതുമ്പോൾ, പാടുമ്പോൾ, സ്തുതിക്കുമ്പോൾ ഒരിക്കലും അവര് ബോംബ് വെച്ചിട്ടില്ല. അവർ യെരിഹോ മതിൽ പൊളിക്കാനുള്ള ഒരു എക്യുപ്മെന്റ്സും കൊണ്ടുവന്നിട്ടില്ല. അവർ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ക്രാക്കിംഗ് സൗണ്ട് അല്ലെങ്കിൽ മതിൽ പൊളിയുന്ന, പൊട്ടുന്ന, കട്ട ഇളകുന്ന ശബ്ദമൊന്നും അവർ കേൾക്കുന്നില്ല. പക്ഷെ ഈ ചുറ്റി നടന്ന് സ്തുതിക്കുന്നവൻ വിശ്വസിക്കുന്നുണ്ട്, ഇത് താണിരിക്കും. അവനത് വിശ്വസിക്കുന്നുണ്ട്. എലീശായുടെ കാലഘട്ടത്തിൽ
ഒരു മനുഷ്യന്റെ കോടാലി, ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് പോയ സാഹചര്യത്തിൽ, ഇരുമ്പ് കോടാലി, വാടകയ്ക്കെടുത്ത ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് പോയപ്പോൾ എലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് ഈ തൊഴിലാളി, ഈ ലേബർ, ഈ മരം വെട്ടുകാരൻ പറയുന്ന വാക്കിങ്ങനെയാണ്: പ്രവാചകനെ, ഞാൻ വാടകയ്ക്കെടുത്ത ഇരുമ്പ് കോടാലി മരം മുറിക്കുമ്പോൾ വഴുതി വെള്ളത്തിൽ പോയി. പ്രവാചകനായ എലീശ ആ ലൊക്കേഷനിൽ എത്തിയിട്ട് അവനോട് ചോദിക്കുന്നു, എവിടെയാണ് നിന്റെ കോടാലി പോയത്? അവൻ പറഞ്ഞു, ഇന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയാമോ, ഇരുമ്പ് വെള്ളത്തിലിട്ടാൽ താണുപോകും, തടിക്കഷ്ണം വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. എലീശ പറയുന്നു, ആ നിൽക്കുന്ന വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിയാൻ പറയുന്നു. ആ മനുഷ്യൻ അതുപോലെ ചെയ്തു. വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ താണുപോയ ഇരുമ്പ് പൊങ്ങി വന്നു. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവൻ ഇത് ചെയ്യാൻ പറ്റുകയില്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവന്, ബുദ്ധിയുടെ പ്രമാണങ്ങൾ അന്വേഷിക്കുന്നവന് ദൈവരാജ്യത്തിൽ നിന്നും ഒന്നും പ്രാപിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും അത് കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്. എനിക്കതിലൊരു ഉറപ്പ് വേണം. എനിക്കതിലൊരു ഉറപ്പ് വേണം. കടമ്പനാട് മീറ്റിംഗ് നടക്കുമ്പോൾ എൻ്റെ ഒപ്പമുള്ള ബിനു ബ്രദറിന്റെ ഫാമിലി, സജിച്ചാൻ ഫാമിലി, ആ മീറ്റിംഗിൽ പങ്കെടുത്തവർ ഇവിടെയും വന്നിട്ടുണ്ട്. ആ സഹോദരിയോട് പറഞ്ഞു, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നീ ഹീലായിരിക്കുന്നു. അപ്പോൾ ആ സഹോദരി ഹോസ്പിറ്റലിൽ പോയി ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് ഡോക്ടറിനെ കണ്ട് റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അടുത്ത ട്രീറ്റ്മെന്റിലേക്ക് പോകാൻ. ഞാൻ ആ സഹോദരിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആ വീഡിയോയിൽ പിന്നത്തേതിൽ കാണാം. ആ വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ആ റിപ്പോർട്ട് നിങ്ങൾക്കെതിരായിരിക്കാം. പക്ഷെ ഇപ്പോൾ പ്രാർത്ഥിച്ചിരിക്കുന്നു, ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് സൗഖ്യമായെന്ന് പറഞ്ഞു. അടുത്ത റിപ്പോർട്ട് എന്നാന്ന് എനിക്കറിയാം, നിനക്കിനി ഇതുണ്ടാകത്തില്ല. ഇത് ഫെയ്ത്തിന്റെ ആക്ഷനാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ഇതിനകത്ത് ഇരിപ്പുണ്ടോ? തലമുറകളെ കുറിച്ച് വിശ്വസിക്കുക, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് വിശ്വസിക്കുക, നിന്റെ ഭാവിയെ കുറിച്ച് വിശ്വസിക്കുക. അവിശ്വാസം എന്ന ദുഷ്ട ഹൃദയത്തെ എടുത്തു കളയുക. ഞാൻ പറയട്ടെ, നമുക്ക് മാത്രമല്ല പ്രിയമുള്ളവരെ, ശിഷ്യന്മാര് പോലും ഇത്രയും അത്ഭുതങ്ങൾ കണ്ടവരാണ് അവർ. ഒരു ദിവസം യേശു കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്ന സമയത്ത് ശിഷ്യന്മാര് ഇന്ന് വരെ അങ്ങനെ ഒരു കാഴ്ച അവർ കണ്ടിട്ടില്ല. ഇന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്തൊരു കാഴ്ചയായിരുന്നു ഒരു മനുഷ്യൻ കടലിന്റെ മുകളിലൂടെ നടന്നു വരുന്നു. അപ്പൊ ഉടനെ അവരെന്താ പറഞ്ഞേ, എന്താ വിളിച്ചേ? ബൈബിള് വായിച്ചവർ പറഞ്ഞു, നേരെ ഇല്ലാത്തോണ്ടാ, ഭൂതം വരുന്നു. അപ്പോ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതം കാണുമ്പം ഭൂതമാണെന്ന് പറയാൻ നിനക്കറിയാം. പക്ഷെ നിനക്ക് എന്തുകൊണ്ട് അത് ദൈവമാണെന്ന് പറയാൻ അറിഞ്ഞുകൂടാ? കാരണം പിശാചിന് മാത്രമാണോ അത്ഭുതം ചെയ്യാൻ കഴിയുന്നത്? കാരണം പൈശാചിക മേഖല ഒരിക്കലും ദൈവപ്രവൃത്തികളെ വിശ്വസിക്കാൻ നിന്റെ ഹൃദയത്തെ വിടുകയില്ല. കാരണം നീ ദൈവപ്രവൃത്തികളെ വിശ്വസിക്കാതെ നിന്റെ അകത്ത് നെഗറ്റീവായ കാര്യങ്ങൾ, തെറ്റായ ഇൻഫർമേഷനുകൾ, റോങ് ഫെയ്ത്തുകൾ, തെറ്റായ വിശ്വാസങ്ങൾ, നെഗറ്റീവ് തോട്ട്സ് വന്നാൽ പിശാചിനറിയാം നീ അവന്റെ പ്രോപ്പർട്ടി ആയിട്ട് എന്നും അവന്റെ കസ്റ്റഡി കിടക്കുമെന്ന്. പക്ഷെ എപ്പോൾ നീ ആഴമായി ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ, എപ്പോൾ നിന്റെ വിശ്വാസം നീ ദൈവത്തിൽ അർപ്പിക്കുന്നുവോ, എൻ്റെ ദൈവത്തിന് പരിധികളില്ല, പരിമിതികളില്ല. എൻ്റെ കർത്താവിന് എന്തും ചെയ്യാൻ കഴിയും. അവൻ എന്തും ചെയ്തിടുമേ. അവൻ അത്ഭുതവാനാണ് എന്ന് പറയുന്നത് പോലെ എൻ്റെ കർത്താവിന് എന്തും. അത് വിശ്വസിക്കുന്ന എത്ര പേര് ഈ ഓൺലൈനിലുണ്ട്? ഈ കട്ടപ്പന ചർച്ചിനകത്തുണ്ട്. എൻ്റെ ദൈവത്തിന് പരിധിയില്ല, ഫെൻസ് ഇല്ല, ബൗണ്ടറി ഇല്ല. അവൻ എന്തും ചെയ്യാൻ കഴിയും. താങ്ക് യു ലോർഡ് ജീസസ്. ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് മോശ കൈ ഉയർത്തി പ്രാർത്ഥിച്ചത് ലേവ്യ പുസ്തകത്തിൽ എഴുതിയ, സംഖ്യാപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, അല്ലെങ്കിൽ മോശയോട് മുൻകാലങ്ങളിൽ ദൈവം അരുളി ചെയ്ത സീനായ് പർവ്വതത്തിൽ വെച്ച് കൊടുത്ത വാഗ്ദത്തങ്ങളുടെയോ വാക്യങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല.
ഏത് വാക്യം എടുത്തു വെച്ചിട്ടാണ് മോശ ചെങ്കടലിന്റെ മുമ്പിൽ കൈയും പൊക്കി പിടിച്ച് പ്രാർത്ഥിച്ചത്? മോശയുടെ ആ നിമിഷമുള്ള അവന്റെ വിശ്വാസം. രക്തസ്രവക്കാരി ഏത് വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാ വസ്ത്രത്തിന്റെ തൊങ്കലിൽ തൊട്ടത്? പറ. ഹല്ലേലൂയ. അത് അവളുടെ വിശ്വാസം. അത് അവളുടെ വിശ്വാസം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് നിങ്ങൾക്ക് അനുഭവിക്കാനായി കഴിയും. എല്ലാവരോടും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ഞാൻ പറയുന്നു, കർത്താവേ, അവിശ്വാസമുള്ള ദുഷ്ടഹൃദയമുണ്ടായിട്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാൻ ഇടവരല്ല. ഇന്ന് പകലില് അവിശ്വസിപ്പിക്കുന്ന ദുരാത്മാവ് നിന്റെ ഭർത്താവിനെ അവിശ്വസിപ്പിക്കുന്ന, നിന്റെ ഭാര്യയെ അവിശ്വസിപ്പിക്കുന്ന, നിന്റെ മക്കളെ അവിശ്വസിപ്പിക്കുന്ന, നിന്റെ കൂടെ നിൽക്കുന്നവരെ അവിശ്വസിപ്പിക്കുന്ന, തെറ്റിദ്ധരിപ്പിക്കുന്ന എല്ലാ പൈശാചികമായ ആത്മാവും ആ ദുഷ്ടഹൃദയങ്ങളും വിട്ടുപോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, യോബിന്റെ മേളില് സാത്താൻ ദൃഷ്ടി വെച്ചു. എന്നിട്ട് ദൈവസന്നിധിയിൽ ചെന്നിട്ട്, നമുക്കറിയാം യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവ സാത്താനോട്, എന്റെ ദാസനായ യോബിന്റെ മേളിൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായി ആരുമില്ലല്ലോ. ഹല്ലേലൂയ. പക്ഷെ പിശാച് ദൈവത്തെ വെല്ലുവിളിക്കുകയാണ്, ജോബിനെ വെല്ലുവിളിക്കുകയാണ്. പിശാച് പറയുന്നു, അവന്റെ നന്മകളെ ഞാൻ കവർന്നെടുത്തു കഴിയുമ്പോൾ, അവന്റെ ഭൗതിക അനുഗ്രഹങ്ങളെ ഞാൻ തൊട്ട് കഴിയുമ്പോൾ, എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ നന്മകളുണ്ട്, ഭൗതികമായത്, കാണാൻ കഴിയുന്നത്. ഇതെല്ലാം പിൻവലിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉറപ്പായും ജോബ് നിന്നെ തള്ളി പറയും. ഹല്ലേലൂയ. അതാണ് 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നീ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയുമെന്ന് സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചു. മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന്. ഇപ്പൊ ഇരുന്ന് ഈ സ്തോത്രം പറയുന്നവനും കൈയടിക്കുന്നവനും ഹല്ലേലൂയ പറയുന്നവനും ഒക്കെ പിശാച് പറയുന്നു, ഞാൻ അവനെ ഒരു പ്രതികൂലത്തിലൂടെ കടത്തിവിടുമ്പോൾ അവന്റെ കൃത്യമായ ചിത്രം, അവന്റെ മുഖം എന്താണെന്ന് ദൈവമേ നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കഴിയണം. മനസ്സിലായില്ല അല്ലേ? ഏലിയാവിന് ദൈവത്തെ വിശ്വാസമായിരുന്നു, പക്ഷെ അതിലപ്പുറമായി ഏലിയാവിനെ ദൈവത്തിന് വിശ്വാസമായിരുന്നു. മോശയ്ക്ക് ദൈവത്തെ വിശ്വാസം ഉണ്ടായിരുന്നു, അതിനപ്പുറമായി മോശയെ ദൈവത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, അവൻ നിങ്ങളെ വിശ്വസ്തരം എണ്ണി തന്റെ ശുശ്രൂഷ ഏൽപ്പിച്ചെന്ന്. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നതിന് മുൻപേ അവൻ എന്നെ വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ എന്റെ കയ്യിൽ ചിലത് ഏൽപ്പിച്ചത്. അല്ലേ? ദൈവം എന്നിലേക്ക് കൃപാവരങ്ങളെ തരുമ്പോൾ, ദൈവം എന്നിലേക്ക് ചില ദാനങ്ങളെ കൈമാറ്റം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില അനുഗ്രഹങ്ങൾ എനിക്ക് തരുമ്പോൾ, ഞാൻ ദൈവത്തിൽ വിശ്വസിച്ച് കുറേ നാള് കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയത്. പക്ഷെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ അവൻ എനിക്ക് വേണ്ടി സകലത്തെ ഒരുക്കിയെങ്കിൽ, ഞാൻ ഒരു വാക്ക് പറയാം, ഞാൻ ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് മുൻപേ എന്റെ ദൈവം എന്നെ വിശ്വസിച്ചു. അതിനകത്ത് വഞ്ചന കാണിക്കരുത്, അതിനകത്ത് തരികിട കാണിക്കരുത്, അതിനകത്തൊരു ന്യൂനത ഉണ്ടാകരുത്. അവൻ എന്നെയും നിങ്ങളെയും വിശ്വസ്തരം എണ്ണിയതാണ്. ഞാൻ ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് ഒരാളെ വിശ്വസിക്കാൻ പറ്റിയാൽ, ഷൈജു പാസ്റ്ററിനെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റിയാൽ, ഷിജിൻ ബ്രദറിനെ ദൈവത്തിന് വിശ്വസിക്കാൻ പറ്റിയാൽ, ഒരാളിനെ തമ്പുരാന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, ദൈവം അവന്റെ കയ്യിലോട്ട് എന്നാ എടുത്തു കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റുകയില്ല. സ്വന്തം മനസാക്ഷിയോട്
ഒരു വലതുകരം നെഞ്ചത്ത് വെച്ചിട്ട് ചോദിക്കണം, ദൈവത്തിൽ വിശ്വസിക്കുന്ന എന്നെ ദൈവത്തിന് വിശ്വസിക്കാവോ?